എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ചീര കൊണ്ടുള്ളൊരു കൂട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഇന്ന് ഉപയോഗിച്ചിരിക്കുന്ന ചീര പാലക് ചീരയാണ്. തമിഴ്നാട്ടിൽ ഇതിനെ പാലക് ചീര എന്നാണ് പറയുന്നത്. കേരളത്തിൽ ഇതിന് എന്തെങ്കിലും പേരുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. ഈ ചീരയുടെ ഇലകളൊക്കെ കണ്ടില്ലേ, വളരെ വലുതായിരിക്കും. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. ഇനി ഞാൻ കുറച്ച് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് അരമണിക്കൂറോളം കുതിർത്ത് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പാണ്. ഇതിലേക്ക് കുറച്ച് അധികം തന്നെ വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. എനിക്കിവിടെ കടലപ്പരിപ്പ് വെന്ത് കിട്ടാൻ 10-ലധികം മിനിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്പീഡിൽ വേണമെങ്കിൽ കുക്കർ ഉപയോഗിച്ചിട്ട് അതിലൊരു 2 വിസിൽ വരുന്നത് പോലെ വേവിച്ചെടുത്താൽ മതിയാവും. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതേ ചട്ടി തന്നെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം ഉഴുന്ന് പരിപ്പ്, വറ്റൽമുളക്, തോല് കളഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളിയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറുന്നോടം വരെയാണ് ഇളക്കി കൊടുക്കേണ്ടത്. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും ചെറിയുള്ളിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി കുഴഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം പോണോടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കുകയാണ്. ഉടനെ തന്നെ ഞാൻ ഇളക്കി കൊടുക്കുന്നില്ല. 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാണ്. അപ്പോഴത്തേനും ചീര ഒന്ന് ചുരുങ്ങി വരും. അതിന് ശേഷമാണ് ഇളക്കി കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. കടലപ്പരിപ്പ് വേവിച്ച് വെള്ളം ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെള്ളം ആവശ്യമാണെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. 5-6 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയായി കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഏകദേശം 6 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ചീര ഈ പരിവായിട്ടുണ്ട്, വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് അതേപോലെ ഒരു കരണ്ടി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ്. ഇതിൽ നമ്മൾ വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഈ ചീരയുടെയും കടലപ്പരിപ്പിൻ്റെയും ഒക്കെ കൂടെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് മിക്സായി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ചീരയ്ക്ക്. ഇത്രയും മതിയാവും. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കുകയാണ്. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. മറ്റ് ചീരകളെ പോലെയല്ല, ഈ ചീരയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മൺപാന വാങ്ങിയിട്ട് അതിൽ ആദ്യം ഒഴിച്ച് വെക്കുന്ന വെള്ളത്തിന് ഒരു മണ്ണിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ലേ, ആ ഒരു ഫീലാണ് ഈ ചീര കഴിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.